മുതലൊരുക്കുമ്പം ആണൂരിയും പെണ്ണൂരിയും ഉണ്ട് പറയുമ്പോൾ അത് പറ്റണില്ല. അതിലൊക്കെ പെമ്മക്കളാണെങ്കിൽ മുതൽ പുറത്തേക്ക് പോകുന്നൊക്കെ പറയാം. ഇതൊക്കെ അള്ളാഹിൻ്റെ മാർഗത്തിലുള്ള തർക്കിക്കാരനെപ്പെട്ട തർക്കങ്ങളാണ്. ദീനിൻ്റെ നിയമങ്ങൾ അംഗീകരിക്കാതിരിക്കുക. അള്ളുണ്ട്, അള്ളല്ല എന്നില്ല, തലയിൽ തട്ടിടാനൊന്നും ആവില്ല, ഹിജാബൊന്നും അങ്ങനൊന്നും, രണ്ട് മുടിമലപ്പം ദീൻ എന്നൊക്കെ ചോദിക്കുക, അങ്ങനത്തെ ഉണ്ട്. അത്തരം ആളുകളെ പിശാച് പഴപ്പിക്കുകയും നരകത്തിലേക്ക് നയിക്കുകയും ചെയ്യും. അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒന്നാമത്തെ വാദം ഇപ്പോൾ അള്ളാഹിനെ സംബന്ധിച്ച് അള്ളാഹു തആലാന്റെ ആസ്തിക്യത്തെ നിഷേധിക്കുന്ന ആളുകൾ ധാരാളമാണെന്ന്. ഇന്നത് കൂടി വരുന്ന കാലമാണ്. നിരീശ്വരവാദം, നിർമ്മതവാദം, അള്ളല്ല എന്നുള്ള വാദം. അതിനെന്താ അറിവുള്ളത്, എന്ത് പ്രമാണമുള്ളത്? ഒരു പ്രമാണവുമില്ല. പ്രമാണമുള്ളത് അള്ളാഹു തആല ഉണ്ട് എന്നതിനാണ്. സൂര്യനിൽ നിന്ന് ഭൂമി കണ്ട് പൊട്ടിത്തെറിച്ചുണ്ടായി, ഭൂമിയിൽ നിന്ന് ചന്ദ്രൻ പൊട്ടിത്തെറിച്ചുണ്ടായി, ഇങ്ങനെ ഒരു വിസ്ഫോടനത്തിലൂടെ ഒക്കെ ഇങ്ങനെ ഉണ്ടായി എന്ന് പറയാണ്. പൊട്ടിത്തെറിച്ചിട്ടില്ല എന്നൊന്നും നമ്മളും പറയണില്ല. ആ പൊട്ടിത്തെറി കേവലം യാദൃശികമാണോ? എന്തുകൊണ്ട് പൊട്ടിത്തെറിച്ചു? പൊട്ടിത്തെറിച്ചിട്ട് എങ്ങനെ ഇത്ര കൃത്യമായിട്ട് ഈ പ്രപഞ്ചം, ഈ കൃത്യത ഇതെങ്ങനെ ഉണ്ടായി? ഭൂമി നിങ്ങൾക്ക് വിരിപ്പാക്കി തന്ന റബ്ബനെ ആരാധിക്കണം എന്നാണ്. വിരിപ്പാണ് എല്ലാ മനുഷ്യന്മാർക്ക് വേണ്ടതൊക്കെ ഉള്ളൊരു ഭൂമിയാണ്. സൂര്യനിൽ നിന്ന് ഭൂമി പൊട്ടിത്തെറിച്ചുണ്ടായെങ്കിൽ അതൊക്കെ ഖുർആനും പറയുന്നുണ്ട്. ആകാശഭൂമികൾ ഒട്ടിച്ചേർന്നതായിരുന്നു അവർ കാണുന്നില്ലേ, നാം ആണ് അതിനെ പിളർത്തി എന്നൊക്കെ ഖുർആനിൽ പറയുന്നുണ്ട്. അങ്ങനെ പൊട്ടിത്തെറിച്ചെങ്കിൽ അല്ലാഹു തആലയാണത്. അതുകൊണ്ടാണ് ഇത്ര കൃത്യമായിട്ടൊരു വിരിപ്പെന്നോണം ഭൂമി അകലും വളരെ പാകം, എല്ലാം വളരെ കൃത്യമാണ്. ഇപ്പം ഈ സൗരയൂഥത്തിൽ തന്നെ പല ഗ്രഹങ്ങളുണ്ട്. മനുഷ്യന് വസിക്കാൻ പറ്റിയൊരു ഗ്രഹമായിട്ട് ഭൂമിനെ മാത്രമേ കണ്ടുപിടിച്ചിട്ടുള്ളൂ. ഇപ്പം ചൊവ്വുണ്ട്, അവിടേക്ക് പോകണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഓരോരുത്തരൊക്കെ സ്ഥലം വാങ്ങൽ തുടങ്ങിയാണ് ചൊവ്വയിലൊക്കെ. അമേരിക്കക്കാർ കൊടുക്കുന്നുണ്ട്, 10 ലക്ഷമൊക്കെയാണ് ഓരോരുത്തർ ആളുകൾ വാങ്ങുന്നുണ്ട്. ചൊവ്വയിലൊക്കെ സ്ഥലം വാങ്ങി. അവിടെ വെള്ളം ഉണ്ടോ എന്നറിയില്ല, ഓക്സിജൻ ഉണ്ടോ എന്നറിയില്ല, ഒന്നും അറിവായിട്ടില്ല. ഇവിടെ എല്ലാം ഉണ്ട്, മനുഷ്യന്മാർക്ക് വേണ്ട എല്ലാം ഈ ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്തല്ലാത്ത ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫ്. ചിന്തിക്കണം. ആകാശഭൂമിയുടെ സൃഷ്ടിയിലും രാപ്പകലുകൾ മാറി വരുന്നതിലും ദൃഷ്ടാന്തങ്ങളുണ്ട്, ആയാത്തുകളുണ്ട്. ലി ഉലിൽ അൽബാബി, ബുദ്ധിയുള്ള ആളുകൾ. ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബൂ സുലൈമാനു ദാറാനി എന്ന മഹാൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ എൻ്റെ പെരയിന്ന് പുറത്ത് കണ്ടിറങ്ങിയാൽ എന്ത് കണ്ടാലോ അതിലൊക്കെ അല്ലാഹു തആലക്ക് ഒരു മിന്നത്തുണ്ടെന്നും എനിക്കൊരു ഇബ്റത്തുണ്ടെന്നും കാണാത്ത ഒന്നുമില്ല. പെരയിന്ന് പള്ളിക്കൊക്കെ ഇറങ്ങിയ പള്ളിയിലെത്തുമ്പോഴത്തേന് ഈമാൻ കൂടിയിട്ടുണ്ടാവും. എന്ത് കണ്ടാലും കാണുന്നതിലൊക്കെ അല്ലാഹു തആലക്ക് ഒരു മിന്നത്ത്, അല്ലാഹു തആലക്ക് ഒരു മിന്നത്ത് പറഞ്ഞാൽ മലയാളം പറയുമ്പോൾ നമ്മൾ പറഞ്ഞൊരു വാക്കാണ് മിന്നത്ത്. വെച്ചാൽ നമ്മൾ ഒരു കടപ്പാട് അള്ളാഹിനോട്, നമുക്ക് അള്ളാഹിൻ്റെ ഒരു ഔദാര്യം നമുക്ക് അതിലുണ്ടാവും. അങ്ങനെയല്ലേ ഓക്സിജൻ നമുക്ക് കിട്ടുന്നത്? ഓക്സിജൻ ബാലൻസ് ചെയ്യണം. അങ്ങനെയല്ലേ ജീവികൾ, ജന്തുക്കൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് തള്ളുന്നു, ഓക്സിജൻ അകത്തേക്ക് സ്വീകരിക്കുന്നു. സസ്യങ്ങൾ നേരെ മറിച്ചാണ്. കാർബൺ ഡൈ ഓക്സൈഡ് അവർക്ക് വേണം, ഓക്സിജൻ തിരിച്ചിങ്ങോട്ട്. അതുകൊണ്ടല്ലേ അത് നിലക്കണത്? ആ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. ഈ ഭൂമിയിലുള്ള ജന്തുക്കളൊക്കെ ശ്വസിക്കുകയാണെങ്കിൽ 4 ദിവസത്തിന് തൈരുമല്ലോ ഓക്സിജൻ. പ്രപഞ്ചത്തിലെ ഒരു 10-20% മാത്രമേ ഏതുള്ളൂ, ഓക്സിജൻ ഉള്ളൂ. 50% ഓക്സിജൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു തീപ്പെട്ടിക്കൊള്ളി വരുതിയാൽ തന്നെ താകെ കത്തിപ്പോകുമായിരുന്നു. ഞാനിതൊക്കെ വായിച്ചതാണ്, എനിക്കിതൊന്നും പഠിപ്പൊന്നുമില്ല. അത്ഭുതമാണ് മോമിനികളെ. ഒരു തീപ്പെട്ടിക്കൊള്ളി കത്തിച്ചാൽ തന്നെ ആകെ പ്രപഞ്ചം കത്തിപ്പോകുമ്പോൾ 50% ഓക്സിജൻ അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അതുണ്ടായില്ല. അതൊരു 20 സംതിങ്ങിലാണ് നിൽക്കുന്നത്. പിന്നെ അതിങ്ങനെ കഴിയുന്നതിനനുസരിച്ച് സസ്യങ്ങൾ ഇങ്ങനെ ഇങ്ങോട്ട് തന്നുകൊണ്ടിരിക്കുകയാണ്. ഓൾക്ക് വേണ്ടത് കാർബൺ ഡൈ ഓക്സൈഡാണ്. ജന്തുക്കൾക്കും ഓക്സിജൻ വേണം, മനുഷ്യന്മാർക്കും വേണ്ടത് ഓക്സിജൻ ആയിരുന്നെങ്കിൽ ഇവിടെ ജീവിക്കാൻ പറ്റുമായിരുന്നു. ഇത് കേവലം യാദൃശ്ചികമാണോ? ഇതിന്റെ പിന്നിൽ അല്ലാഹു തആല അല്ലേ? ആലോചിക്കുക നിങ്ങൾ. ഞാൻ കൂടുതലൊന്നും പറയണില്ല മോമിനികളെ. അന്നേം പറഞ്ഞ ഒരാള്, ഒരു നാടൻ, പച്ച നാടനോട് പറയാണ്, വണ്ടിയിൽ പോകുമ്പോൾ എനിക്ക് ഒറ്റക്ക് പോലാണ് ഇഷ്ടം, വണ്ടിയിൽ ആരും കയറാതിരിക്കുന്ന. എന്താ കാരണം? ദിക്റിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കാൻ. അപ്പോൾ എനിക്ക് ചിലപ്പോൾ ഇങ്ങനെ ഞാൻ അള്ളാഹിനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞങ്ങനെ പോകും. അള്ളാഹിനെ എനിക്ക് ചിലപ്പോൾ ലൈല് കിട്ടുമെന്ന്. സൗദിത്തെ അനുഭവമാണ് നൗഫലെ. സൗദിയിൽ ഇങ്ങനെ ദീർഘമായ യാത്രകൾ ചെയ്യണ സമയത്ത് അയാളൊരു അനുഭവമാണ് അയാൾ പറയുന്നത്. ഞാൻ എത്രയോ സന്ദർഭത്തിൽ അത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഞാൻ അള്ളാഹിനോട് എൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നേരെ മുമ്പിലുള്ള ജീവനാടിയേക്കാൾ തൊട്ടടുത്തൊരു അള്ളുണ്ടല്ലോ, ആ അള്ളാഹിനോട് എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ഇങ്ങനെ പോലാണ്. അപ്പോൾ വണ്ടിയിൽ ആരും ഇല്ലാതെക്കാരാണ് എനിക്ക് ചിലപ്പോൾ എനിക്ക് അള്ളാഹിനെ ലൈല് കിട്ടലുണ്ട് എന്നാണ് ഉപയോഗിച്ച വാക്ക്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും തെളിവുകൾ നിങ്ങൾക്കൊക്കെ അനുഭവങ്ങളുണ്ടാവും. അല്ലാഹു തആല അങ്ങനെ തന്നത്, ചോദിച്ചത്, പ്രതീക്ഷിക്കാത്ത ഭാഗത്തൂടെ കിട്ടിയത്, ചില രോഗങ്ങൾ മാറിയത്. ഡോക്ടർമാരൊന്നും ഒരു പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞ എത്രയോ കേസുകൾ. എങ്ങനെയാണ് അതൊക്കെ മാറുന്നത്? എത്ര അനുഭവങ്ങളില്ലേ? ഞാൻ നല്ലൊരു ഉദാഹരണം കുഞ്ഞാപ്പാജിനോട് നേരിട്ട് പറഞ്ഞാണ്. ചെമ്മക്കം കുഞ്ഞാപ്പാജി എന്നോട് നേരിട്ട് പറഞ്ഞൊരു അനുഭവം തന്നെ പറയാം. നിങ്ങളൊക്കെ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവും. ഇവർക്കൊരു ഭയങ്കരമായ ഒരു ഹാർട്ടിന് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു.
എന്നോട് നേരിട്ട് പറഞ്ഞാണ്. അങ്ങനെ ചാപ്പനങ്ങാടി ഉസ്താദ് പറഞ്ഞോലോ അതൊന്നുമില്ല എന്ന് പറഞ്ഞോലോ. പിന്നെ എങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ ആ കംപ്ലൈന്റ് കാണാനല്ല കേട്ടോ അല്ലേ, ചിലപ്പോൾ കിട്ടണതില്ലേ എന്നോട് നേരിട്ട് പറഞ്ഞാണ്. അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ എങ്ങനെ പിന്നെ സംഭവിക്കണേ? ഫാത്തിഹ സൂറത്ത് ഓതി മന്ത്രിച്ചിട്ട് ഭയങ്കരമായ അത്ഭുതകരമായ ശിഫ കണ്ടത് എൻ്റെ അനുഭവത്തിൽ ഒരുപാടുണ്ട്. വലിയ ഔലിയാക്കന്മാരൊന്നുമല്ല, അങ്ങനത്തെ ഇത്ര അനുഭവങ്ങളുണ്ട്. പിന്നെ ബഹുദൈവാരാധനയാണ് രണ്ടാമത്തെ അള്ളാഹിന്റെ കാര്യത്തിലുള്ള തർക്കം. കണ്ടതിനൊക്കെ ദൈവമായിട്ട് കാണാം. ഇപ്പൊ മക്കത്തുള്ള മുശ്രിക്കീങ്ങളും മോമിനിയങ്ങൾ ചെയ്തതിനൊരു പണി എന്താ വെച്ചാല് പോലെ വിശ്വാസം എന്തായാലും പറയുന്നത് അള്ളാഹ്ക്ക് പണിയൊന്നുമില്ല. പണിയൊക്കെ ചെയ്യണത് കീഴ് ദൈവങ്ങളാണ്. അള്ളാഹു തആല ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് ആകാശഭൂമിനെ സൃഷ്ടിച്ച് മാറി നിന്നൊക്കെയാണ്. അള്ളാഹ്ക്ക് ഈ പ്രപഞ്ചത്തിൽ ഒരു ഇടപെടലില്ല. ഇതാണ് ഷിർക്ക്. ശരിക്കും ഷിർക്കിന്റെ നിർവചനം പറഞ്ഞാൽ തഅ്തീലു സ്വാനി എന്നാണ്. ഇബ്നു ഹജറുൽ അസ്ഖലാനി തങ്ങൾ തന്റെ ഫത്തുൽ ബാരിയിലൊക്കെ പറഞ്ഞ നിർവചനം തന്നെ അത് തഅ്തീലു സ്വാനി, അള്ളാഹു തആലാനെ മുടക്കാക്കുക. കരിമജി കേൾക്കുന്നുണ്ടോ? അള്ളാഹ്ക്ക് പണിയൊന്നുമില്ല, പണിയൊക്കെ മറ്റു ദൈവങ്ങളാണ് ചെയ്യുന്നത്. അള്ളാഹു തആലക്ക് ആകെയുള്ള പണി എന്തുള്ളൂ? ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്നുള്ള ബന്ധം മാത്രമേ ഉള്ളൂ, പിന്നെ ഒരു ബന്ധവും ഇല്ല. ഇതാണ് ഷിർക്ക്. ഇവിടെ ഒരനക്കം പോലും അള്ളാഹ് അറിയാതെ നടക്കണില്ല എന്നുള്ളതാണ് തൗഹീദ്. നിങ്ങൾ ഇങ്ങോട്ട് പോകുന്നില്ലേ? നിങ്ങൾ സൃഷ്ടിച്ചതാണോ? നിങ്ങളെ പോകുന്നതിനെ സൃഷ്ടിച്ചത് അള്ളാഹു തആലയാണ്. ഇങ്ങനെ ആയിക്കണം നമ്മളെ ഈമാൻ, നമ്മളെ തൗഹീദ്. ഇവിടെ ഒരു മരത്തിന്റെ ഒരു ഇല, ഒരു ഉണങ്ങിയ ഇല അടിക്ക് വെക്കണേ, ആരും ഓട് വെക്കണം, അതിൽ പോലും അള്ളാഹു തആല ഉണ്ട്. അതാണ് തൗഹീദ്. അല്ലെങ്കിൽ കല്യാണം ഒന്നും വേണ്ട, ഏത് മതി? ലിവിങ് ടുഗദർ അല്ലേ? അതിലൊക്കെ എന്ത് ഇൽമാണുള്ളത്? അള്ളാഹ് പറഞ്ഞത് കല്യാണം കഴിക്കണം എന്നുള്ളതാണ്. എന്നാൽ ആണും പെണ്ണും ഭയങ്കര ഗുരുതരമായ കുറ്റമാണ്. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ ജനതനെ അള്ളാഹു തആല അടിമറിച്ചത് ഇതാണ്, സ്വർഗ ഭോഗം. അതൊക്കെ ഇപ്പം എന്താണ് ജായിസാണെന്ന് പറയാം. കോളേജ് കുമാരികളൊക്കെ തട്ടം ഹിജാബിനെ പറ്റിയൊക്കെ പറയുമ്പോൾ രണ്ട് മുടിമലൊക്കെ എന്താ ഇപ്പോൾ കാര്യം? രണ്ട് മുടി കണ്ട്, രണ്ട് രോമം കണ്ടു വെച്ചിട്ട് അല്ലേ, ഇങ്ങനെയൊക്കെ നല്ല ഒക്കെ ശൈത്താൻ പറഞ്ഞു കൊടുക്കണ വാദമാണ്. നല്ല വാദമാണ് കേട്ടിട്ടുണ്ടെങ്കിൽ. രണ്ട് മുടി കണ്ടു വെച്ചിട്ട് ഇമാം പോവോ എന്നൊക്കെയാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ശരി തന്നെയല്ലേ തോന്നിപ്പോവും. അതാണ് ശൈത്താനെ പിൻപറ്റുക എന്ന് പറ. ആ വാദമൊക്കെ അവർക്ക് ശൈത്താൻ കൊടുക്കണ നല്ല ഹൃദയത്തേക്കാണ് നോക്കണത്, മുടിമക്കൊന്നല്ല. പിന്നെ എന്തിനാ തല മറക്കണ്? എന്തിനാ പയ്യൊക്കെ എത്ര സ്ട്രോങ് ആക്കണം? വിവരമില്ലാതെ അള്ളാഹുവിൽ തർക്കിക്കുക എന്നുള്ള എൻ്റെ രൂപങ്ങളാണ് മോനെ മനസ്സിലാക്കിയോളൂ. ഇതൊക്കെ ശൈത്താൻ പിൻപറ്റിയിട്ടുള്ളതാണ്. അന്ന് മുശ്രിക്കീങ്ങളോട് ശൈത്താൻ പറഞ്ഞാൽ എന്താ അറിയാം? മുശ്രിക്കീങ്ങള് അന്ന് തവാഫൊക്കെ ചെയ്തപ്പോൾ ഒരു നൂൽബന്ധം പോലും ഇല്ലാതെയായിരുന്നു. അപ്പൊ അതിന് ശൈത്താൻ അവർക്ക് പറഞ്ഞിട്ട് തന്നറിയോ? നമ്മൾ ഈ ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞാൽ തെറ്റുകളൊക്കെ ചെയ്യണ സമയത്ത് നമ്മൾ എടുക്കണതല്ലേ. അപ്പോൾ അള്ളാഹിന്റെ വീട്ടിന്റെ മുമ്പിൽ നമ്മൾ ആ ഉമ്മ പ്രസവിച്ച് അതേ മാർക്ക് അങ്ങോട്ട് ആയിക്കോട്ടെ അറിയാണ്ട് കഴിച്ചിട്ടാണ് ഇനി തവാഫ്. നല്ല ഉസാറല്ല, കേൾക്കാൻ നല്ല ന്യായമായിട്ട് തോന്നും, നല്ല ഉസാറുണ്ടെന്ന് തോന്നും. പിന്നെ ശവം തിന്നുമായിരുന്നു മുശ്രിക്കീങ്ങൾ അന്ന്. അപ്പൊ അന്ന് ശൈത്താൻ അവർക്ക് പറഞ്ഞ ന്യായം എന്താണെന്നറിയോ? ഈ ശവം തന്നെ ചത്തറിന അള്ള അർത്ഥതാണ്, മനുഷ്യന്മാരുടെ അർത്ഥം കാട്ടും നല്ല അള്ള അർത്ഥം തന്നെ അല്ലേ? എങ്ങനെയുണ്ട് ന്യായം? ഇതാണ് ശൈത്താൻ പിൻപറ്റുകാരാണ്. പ്രമാണങ്ങളുണ്ടോ? അള്ളാഹു തആല ഇറക്കി കൊടുത്തോ? ഇൽമുണ്ടോ? ഒന്നുമില്ല. ശൈത്താൻ ഓരോന്നും ഇങ്ങനെ ഓതി കൊടുക്കുക, പിൻപറ്റുക. ഇന്ന് അത് കൂടുകയാണല്ലോ, നിരീശ്വരത്വം നിർമ്മതവാദമൊക്കെ കൂടി വരികയാണല്ലോ. അപ്പൊ നമുക്ക് നമ്മൾ ഈമാൻ കൂടണം എന്ന് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് അറിയാം. ഇത് റസൂലുള്ളാഹി അന്ന് പറഞ്ഞതാണ്. ഒരു കാലം വരും, നേരം വെളുക്കുമ്പോൾ മുഅ്മിനായ മനുഷ്യൻ വൈകുന്നേരം കാഫിറായിക്കാരം, വൈകുന്നേരം മുഅ്മിനായ മനുഷ്യൻ നേരം വെളുക്കുമ്പോൾ കാഫിറായിട്ടുണ്ടാവും. ഇവിടെ നിൽക്കൂല. ആ നബി പറഞ്ഞതൊക്കെ നടക്കുകയാണ്. അതിന്റെ കൂടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങൾക്ക് ഈമാൻ കൂടേണ്ട കാര്യങ്ങളാണത്. ഞാൻ കുറേ കാലം നമ്മൾ ഈ ക്ലാസ്സിന്റെ ഒക്കെ ഇടയിൽ തന്നെ എനിക്കിങ്ങനെ ഈ റസൂലുള്ളാഹി പറഞ്ഞ എല്ലാ കാര്യങ്ങളും പുലർന്ന് കാണുന്നുണ്ട്, ഇത് കാണുന്നില്ലല്ലോ എന്നുള്ളൊരു ഡൗട്ട് എനിക്ക് ഉണ്ടായിരുന്നു. ആളുകൾ ഇങ്ങനെ ഈമാനിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നുള്ളത് അങ്ങനെ നേരെ മറിച്ചാണ്. ഇസ്ലാമിലേക്ക് ഭയങ്കരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ കേട്ടോളൂ. ഇപ്പോഴുണ്ടത് പാശ്ചാത്യ നാടുകളിലൊക്കെ. അവിടെ ഈ വാദങ്ങളൊക്കെ നേരത്തെ കഴിഞ്ഞു പോയി. ഈ കല്യാണം കഴിക്കണ്ട എന്നുള്ളതും ലിവിങ് ടുഗദർ ഇതൊക്കെ ഓല് ചെയ്ത് അനുഭവിച്ച് ഓല് പാഠം പഠിച്ചു ഓലെ എന്നൊക്കെ മടങ്ങി. പിന്നെ മക്കളുണ്ടാകുക, മക്കളെ സ്നേഹിക്കുക, മക്കളാൽ സ്നേഹിക്കപ്പെടുക, അതൊക്കെ ഭയങ്കര ഹരല്ലേ ജീവിതത്തിന്റെ അല്ലേ? ഈ പ്രഷറും പ്രമേയം അങ്ങനത്തെ സോക്കടൊക്കെ ഉള്ള ഒരു ഉമ്മാനോട് പണ്ട് പറഞ്ഞ് ചെറിയ കുട്ടികൾ വേണം വരിയത് ഡോക്ടർ പറഞ്ഞത്. ചൈത്താനോട് ലോക്യത്തിന് നിൽക്കരുത്. പുറത്ത് കഹ്ഫിൽ പറയണത് എങ്ങനെയാണ്? കുൽനാലിൽ മലായികത്തി ഇസ്ജുദു ലിആദം ഫസജദു ഇല്ലാ ഇബ്ലീസ കാന മിനൽ ജിന്നി ഫഫസക അൻ അംരി റബ്ബിഹി അഫതത്തഖിദൂനഹു വദുരിയതഹു ഔലിയാ മിൻ ദൂനി വഹും ലക്കും അദവ് ബിഅസ ലിൽസാലിമീന ബദല. അങ്ങനെയായത് മലക്കളോട് ഞാൻ പറഞ്ഞു സുജൂദ് ചെയ്യണമെന്ന്. ആദം നബിക്ക് എല്ലാവരും ചെയ്തു, ഇബ്ലീസ് ചെയ്തില്ല, അവൻ ജിന്നിൽപ്പെട്ടതായിരുന്നു. അഫതത്തഖിദൂനഹു ഓനെയാണോ നിങ്ങൾ ആക്കണത്? വദുരിയതഹു ഓന്റെ മക്കളെയും ഔലിയാ മിത്രങ്ങൾ മിന്ദൂനി എന്നെ കൂടാതെ. വഹും ലക്കും അദവ് അവനാവട്ടെ നിങ്ങളുടെ ശത്രുവാണ്. ബിഅസ ലിൽസാലിമീന ബദല അക്രമികൾക്കുള്ള ബദല് വളരെ മോശം. അള്ളാഹനെ ആക്കേണ്ടടുത്ത് ആരാക്കി ബദലായിട്ട്? ശൈത്താനെ. അള്ളാഹ് നമ്മളെ മിത്രാണ്, അള്ളാഹാണ് മിത്രാവേണ്ടത്. അള്ളാഹിനോട് നമ്മൾ പറയേണ്ടത് പഠിച്ചവനെ നിന്റെ മിത്രങ്ങളിൽ നിന്നെ പെടുത്തണം എന്നൊക്കെ. തവല്ലനീ ഫീമൻ തവല്ലൈത, നീ ഏറ്റെടുത്ത നിന്റെ മിത്രങ്ങളിൽ എന്നെ പെടുത്തണേ തമ്പുരാനെ എന്നതിന്റെ അർത്ഥമാണ്. സൂറത്ത് ഹിജ്റിലുള്ള ആയത്ത് ഞങ്ങൾക്ക് കൽപ്പിച്ച മുഅ്മിനീങ്ങളെ, ശൈത്താനും അള്ളയും തമ്മിൽ നീണ്ടൊരു സംസാരം ഒരു പേജിൽ കയറുണ്ട്. കലഫഖ്റുജ് മിന്ന, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി പോകണമെന്ന് പറഞ്ഞു.
ഇന്നക റജീം, നീ റജീമായ ശപിക്കപ്പെട്ടവനാണ്, പോണം പുറത്ത് എന്ന് പറഞ്ഞു. ഇന്ന അലൈക്കൽ ലഅനത ഇലാ യൗമിദ്ദീൻ, പ്രതിഫല നാൾ വരെ നിനക്ക് ശാപം എന്ന് പറഞ്ഞിട്ട് അള്ളാഹു തആല ഇറക്കി വിടുകയാണ്. അപ്പൊ ഈ ശൈത്താൻ അല്ലാണ്ട് പറയാണ്, റബ്ബി ഫഅൻദിർനി ഇലാ യൗമി യുബഅസൂൻ, ആളുകളെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന നാൾ വരെ എനിക്ക് ശാപകാശം തരണേ പടച്ചവനെ, എന്നെ പെട്ടെന്നൊന്നും മരിപ്പിക്കരുത്. അലഫ ഇന്നക മിനൽ മുൻദരീൻ, ആയിക്കോട്ടെ എന്ന് അള്ളാഹു തആല. ആ ഇബ്ലീസ് മരിക്കൂലല്ലോ ഖിയാമത്ത് നാൾ വരെ. ഇബ്ലീസ് ഖിയാമത്ത് നാൾ വരെ മരിക്കൂല, ദീർഘായുസാണ്. ഇബ്ലീസിന്റെ മക്കൾക്കും ഭയങ്കരമായ ആയുസാണ്. മനുഷ്യന്മാരുടെ പിതാവ് ആദം നബിയാണ്, പിശാച് വർഗത്തിന്റെ പിതാവ് ഇബ്ലീസാണ്. അവൻ ഖിയാമത്ത് നാൾ വരെ ജീവിക്കും. ഇലാ യൗമിൽ വഖ്തിൽ മഅലൂം, നിശ്ചിത അവധി വരെ നിന്നെ പിന്തിച്ചു തരാം. അപ്പൊ ശൈത്താൻ പറഞ്ഞത്, റബ്ബി ബിമാ ഉവൈതനി, പടച്ചോനെ ഇത് ഏതായാലും പിന്നെ പേപ്പിച്ചല്ലോ, അതുകൊണ്ടല്ല ഉസയ്യിനന്ന ലഹും ഫിൽ അർളി, ഞാൻ ഭൂമിയിൽ ഇവർക്ക് വേണ്ടി പല കൗതുകങ്ങളും ഉണ്ടാക്കും. വല ഉഗ്വിയന്നഹും അജ്മഈൻ, എല്ലാത്തിനും ഞാൻ പേപ്പിക്കും പടച്ചോനെ. ഇല്ല ഇബാദക മിന്നുൽ മുഖ്ലസീൻ, എന്റെ മുഖ്ലസീങ്ങളായ അടിയാറുകളെ ഒഴികെ. ശൈത്താൻ തന്നെ അതാണോട് പറയാണ്, നിന്റെ ഇഖ്ലാസുള്ള അടിമകളെ പേപ്പിക്കാനൊന്നും എനിക്ക് കഴിയില്ല. നല്ല ഇഖ്ലാസുള്ള ആളത്ത് കടുക്കാൻ കഴിയില്ല ശൈത്താൻ. കാല അല്ലാഹ് പറഞ്ഞു, ഹാദാ സിറാത്തുൻ അലയ്യ മുസ്തഖീം ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ ഇല്ലാ മൻ ഇത്തബഅക മിനൽ ഗാവീൻ, എന്റെ അടിയാറുകളുടെ മേൽ നിനക്ക് യാതൊരു അധികാരവും ഉണ്ടാവുകയില്ല. ഇല്ലാ മൻ ഇത്തബഅക മിനൽ ഗാവീൻ, ചില പഴച്ച നിന്നെ പിൻപറ്റുന്ന ആളുകൾ ഒഴികെ അല്ലാത്തോലെ മേലൊന്നും യാതൊരു അധികാരം നിനക്ക് ഉണ്ടാകൂല. ഇതാ പറഞ്ഞതില്ല, ഉസയ്യിനന്ന ലഹും ഫിൽ അർളി, ഭൂമിയിൽ ഞാൻ അവർക്ക് നല്ല നല്ല രസങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അതിൽ വീഴുന്ന ആളുകളാണ് ആര്? ശൈത്താന്റെ മിത്രങ്ങൾ. സൂറത്ത് ആൽ ഇംറാനിൽ സുയ്യിന ലിന്നാസി ഹുബ്ബു ശഹവാതി, ദേഹേച്ഛകളെ സ്നേഹിക്കൽ മനുഷ്യന്മാർക്ക് വലിയ അലങ്കാരമാക്കപ്പെട്ടിരിക്കുന്നു. അതെന്താണ്? മിനൻ നിസായി വൽ ബനീന വൽ ഖനാതീരിൽ മുഖന്തറത്തി മിനൽ ദഹബി വൽ ഫിദ്ദത്തി വൽ ഖൈലിൽ മുസവ്വമത്തി വൽ അൻആമി വൽ അർസി ദാലിക മതാഉൽ ഹയാത്തി ദുനിയ വല്ലാഹു ഇൻദഹു. ദേഹേച്ഛകളെ സ്നേഹിക്കുക. ദേഹേച്ഛകൾ കൊണ്ടാണ് നരകത്തെ എന്താക്കിയത്, പൊതിഞ്ഞത്. ഉദാഹരണം പറയാൻ പറ്റുമോ കൊയ്യമ്മോ ദേഹേച്ഛകൾക്ക്? സിനിമാ നടന്മാർ അങ്ങനെ സിനിമ സീരിയല് പരിപാടികൾ അതൊക്കെ ഇതിൽപ്പെട്ട തന്നെയാണ്. ഇപ്പോൾ ഒരു ഹദീസിലുണ്ട്, റസൂലുള്ള പറയാണ്, ഒരാളിങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ദിക്ർ ചൊല്ലിയിട്ടാണ് പോകണമെന്ന് വെച്ചെങ്കിൽ ഓൻ്റെ കൂടെ ഒരു മലക്ക് ഇങ്ങനെ ഉണ്ടാവുന്നതാണ്. ഓൻ്റെ സഹയാത്രികനായിട്ടൊരു മലക്കൊപ്പം ഉണ്ടാവും. മ്യൂസിക്കും വെച്ചിട്ടാണ് പോകണമെന്ന് വെച്ചെങ്കിൽ ശൈത്താൻ ഉണ്ടാവും. കിടക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്. ദിക്ർ ചൊല്ലി കിടക്കുകയാണെങ്കിൽ മലക്ക് ഇങ്ങനെ ഓൻ്റെ കൂടെ ഉണ്ടാവും. പാട്ടും കേട്ടാണ്, പഠിച്ച മ്യൂസിക്കുകൾ ആസ്വദിച്ചാണ് ഉറങ്ങുക വെച്ചെങ്കിൽ ഒപ്പണ്ടകാരാണ്. ഇതൊക്കെ ദേഹേച്ഛകളാണ്. പിന്നെ ദേഹേച്ഛകളാണ് ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ ഫാൻറ്റ്, നിരണിൻ്റെ മേലെയാണ് ഫാൻറ്റ് വേണ്ടത്. ദേഹേച്ഛ എന്താ പറയണത്? നിരൻ്റെ താഴെ അല്ലേ? ദേഹേച്ഛൻ്റെ ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഇഷ്ടം പോലെ. ഫാൻ്റൊക്കെ നിര്യാണിൻ്റെ ഒക്കെ താഴെ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ ഫാൻ്റ് ഇട്ടെന്ന് എന്നോട് ഒരാൾ ചോദിച്ചത്. നിര്യാണിൻ്റെ മേലുള്ള ഫാൻറ്റും പിന്നെ അതിക്ക് താടി എങ്ങനെയുണ്ട്? താടി വടിക്കൽ ദേഹേച്ഛയാണ്. താടി ഇങ്ങനെ വെക്കൽ ചിലതൊക്കെ എൻ്റെ മാർക്ക് ഒരു കോലല്ലാത്ത താടിയേക്കാരോ എന്നറിഞ്ഞൊന്നും ഉണ്ടാവില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആയതുകൊണ്ട് ഒരു രസമൊന്നും ഉണ്ടാവില്ല. അവിടെ ദേഹേച്ഛ എന്താണ്? താടി സേവ് ചെയ്യൽ. അവർ രാവിലെ തന്നെ നീച്ചാണ് ആദ്യത്തെ പണി എന്താണ്? കണ്ണാടി നോക്കിയാണ്ട് സേവിങ് ആണ്. അതൊക്കെ ശൈത്താൻ്റെ ഒന്നാമത്തെ മുരീദാണ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ ശൈത്താന്റെ ആളുകളായ എങ്ങനെ ലോയ കൂടുതൽ എങ്ങനെയാന്നുള്ളത്? അപ്പോൾ തൊവല്ലി ഭീമൻ തൊവല്ലിത്തെ പഠിച്ചോനെ നിന്റെ മിത്രങ്ങളിൽ പെടുത്തുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് ആദ്യം ചെയ്യുന്ന പണി സേവിങ് ആണ്. എങ്ങനെയുണ്ട്? ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ. ഇനി ഉദാഹരണം പറയണോ? ദേഹേച്ഛകൾക്ക് ദേഹേച്ഛകളാണ്, അതിലൂടെയാണ് ശൈത്താൻ എന്താക്കല്? ആളുകളെ പേപ്പിക്കൽ. ഇന്ന് നോമ്പ് സംബന്ധമായിട്ട് നിങ്ങൾക്ക് എന്നോട് മസല പറഞ്ഞുതരാം. നോമ്പിന്റെ സുന്നത്ത് കേട്ടോളെ. ഇത് കിതാബ് ഏതാണെന്നറിയോ കോയമ്മോ? ഇത് തുഫയാണ്. ഇവരെ തങ്ങളെ തുഫാണ്. അതിലും വലിയ കിതാബൊന്നുമില്ല. ഷാഫി മദ്ഹബിലെ ഫത്വക്ക് അവലംബിക്കണം 10 വാള്യാണ്. ഞങ്ങൾ കോളേജിൽ പോയ അവതരിതാണ്. പട്ടിക്കാടായാലും നന്ദിയിലാണേലും ബെല്ലൂരാണേലും പോയിട്ട് ഓതുന്ന കിതാബ് ഇതാണ്. നോമ്പിന്റെ സുന്നത്തുകൾ ഇങ്ങനെ എണ്ണാണ്. വൽ യസുൻ നദ്ബൻ ഐദൻ നഫ്സവനി ഷഹവാത്തിൽ മുബാഹത്തി, അനുവദനീയമായ ഷഹവാത്തിന് തൊട്ട് അവൻ്റെ സ്വന്തം നഫ്സിനെ അവൻ കാക്കണം. നോമ്പ് പോറ്റാണ്ട് അനുവദനീയമായത്, നോമ്പ് പോറ്റാൽ അനുവദനീയമായത് തന്നെ ഒഴിവാക്കണം. അനുവദനീയമായത് ഏതാണ്? മിൻ മസ്മൂവിൻ കേൾക്കണതും വ മുബസരീൻ കാണണതും വ മസ്മൂവിൻ വാസനിക്കണതും കനത് റൈഹാൻ, റൈഹാൻ ചെടി നോക്കും പോലെ ഒരു സുഗന്ധമുള്ള ഒരു ചെടിയാണ്. ആ റൈഹാൻ ചെടീനെ ഇങ്ങനെ നോക്കി ഇങ്ങനെ, ചെടിയൊക്കെ കാണൽ രസമല്ലേ? ഹറാമുണ്ടോ? ഹലാലല്ലേ? നോമ്പ് പോറ്റാണ്ട് അത് ചെയ്യരുത്. അതാണ് നോമ്പിൻ്റെ സുന്നത്ത്. ഓ മസീ തൊടലും, അങ്ങനത്തെ തൊടാനും പാടില്ല, മണക്കാനും പാടില്ല, നോക്കാനും പാടില്ല എന്നാ അതാണ് നോമ്പിൻ്റെ സുന്നത്ത്. എന്തുകൊണ്ട്? ഓ മൽബൂസിൻ, കേൾക്കണതും മണക്കുന്നതും ധരിക്കണതും, നല്ല വസ്ത്രം, നല്ല ആഡംബര വസ്ത്രങ്ങൾ, വാച്ചുകൾ, ചെരുപ്പുകൾ, ഇതൊക്കെ മൽബൂസാണ്. നോമ്പ് പോയിട്ടാണ് ധരിക്കണ്ട. ആരും റാഡ വാച്ച് കെട്ടീനോ? ഇല്ലല്ലോ. ഞാൻ റാഡ വാച്ച് നോമ്പ് പോയിട്ട് കെട്ടണ നിലക്ക് വേറൊരു വാച്ച് നന്നാക്കി കൊണ്ടുപോകും. പിന്നെ നോക്കുമ്പോൾ ഒന്ന് ഭയങ്കര ചൊറുക്കുണ്ട്, പിന്നെ അവിടെ വെച്ചോ നോക്കാം. അപ്പോൾ വാച്ച് കെട്ടാതെ പോകുന്നത് എന്നുവെച്ചിട്ട് എല്ലാ സുന്നത്തും ഞാൻ ശ്രദ്ധിക്കണമെന്നും ഇല്ല കേട്ടോ. ഒരു വാച്ചൊക്കെ പാകി കൊണ്ടുവന്നു പെരയിന്ന് പോന്നപ്പോൾ. പെരയിൽ നോക്കുമ്പോൾ റാഡ വാച്ചിനെക്കാട്ടും രസം അവിടെ ഉണ്ട്. പൊള്ളിക്കലുണ്ട് റഫീഖരെ.
നോമ്പറന്നിട്ട് എട്ടാതിക്കാണ്. ആലോചിക്കുക നിങ്ങൾ അതിനെപ്പറ്റി പറഞ്ഞേക്കണങ്ങൾ. ഇബ്നു ഹജർ തങ്ങൾ പറയാണ് ഫ ഇന്ന ദാലിക സിർറു സൗമി, ഇതാണ് നോമ്പിന്റെ രഹസ്യം. വ മഖ്സൂദുൽ ആലം, നോമ്പിന്റെ ഏറ്റവും വലിയ മഖ്സൂദ് പറയുന്നത് കഫു ജവാരിഹി, അവന്റെ അവയവങ്ങളൊക്കെ തടുക്കൽ, അൻ തുആതി മാ തഷ്തഹീഹി, പൂതിയുള്ളതും ഇച്ഛിക്കുന്നതുമായ കാര്യങ്ങൾ ഉപയോഗിക്കലിനെ തൊട്ട് എല്ലാ അവയവങ്ങളെയും തടുത്ത് നിർത്തുക എന്നുള്ളതാണ് നോമ്പിന്റെ ഉദ്ദേശ്യം, മഖ്സൂദ്. അതിനാണ് പട്ടിണി കിടക്കുന്നത്. പട്ടിണി കിടക്കുമ്പോൾ അതിന് കഴിയും. പട്ടിണി കിടക്കുമ്പോൾ ഷെയ്ത്താൻ തന്നെ തളരും. ഇന്ന ഷെയ്ത്താൻ യജ്രി മിനിബിനി ആദമ മജറദമി, രക്തം സഞ്ചരിക്കുന്നവർക്ക് കൂടെ ഒക്കെ ഷെയ്ത്താൻ സഞ്ചരിക്കും. ഫളയിഖു മജാരിയഹു ബിൽ ജൂഇ, പട്ടിണി കിടക്കുമ്പോൾ അവന്റെ സഞ്ചാരപഥങ്ങൾ നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാൻ കഴിയും. റസൂൽ പറയാണ്. ഷാഫി ഇമാമ് 16 വർഷം വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചില്ല. 16 വർഷം. അദ്ദേഹം പറഞ്ഞ കാരണം എന്താ പറയുക, വയറ് നിറച്ചാൽ തടി ഭാരമാവും, ഇബാദത്തിന് രസം ഉണ്ടാവില്ല, ബുദ്ധി മന്ദിക്കും. ശരിയല്ലേ? 16 കൊല്ലം. ഒരു റമദാൻ മാസത്തിൽ എത്ര കത്ത ഓതിയാലോ? 60 കത്തും. ആര്? ഷാഫി ഇമാമ്. മടിയാണ് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ. വയമ് ചോദിക്കണത് ഇപ്പോൾ ഇതാണ്, വിത്തറ് ജമാഅത്തായിട്ട് നിസ്കരിക്കേണ്ടത് നല്ലത് തഹജ്ജുദിന്റെ സമയത്ത് ഒറ്റക്ക് നിസ്കരിക്കേണ്ടതാണോ എന്നാണ്. മസ്സലൊക്കെ പറഞ്ഞവർക്ക് തന്നെയാണ്. അത്താഴത്തിൻ്റെ സമയത്താണ് ഏറ്റവും നല്ലത്, അവിടെ ജമാഅത്ത് ഇല്ലെങ്കിൽ പോലും എന്ന് പറയുന്നുണ്ട്. ഉറപ്പുണ്ടെങ്കിൽ കേട്ടോ. അപ്പം നാളെ ഞാൻ ഉണർന്നില്ല, 10 മിനിറ്റ് ഉള്ളപ്പോഴാണ് ഉണർന്നത്. അങ്ങനെയൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. ബാക്കി അത്താഴത്തിൻ്റെ സമയത്ത് വെക്കണേ നല്ലതല്ല എന്നാ, ഒക്കെ ഒരു സമയത്ത് ചെയ്യലാണ് ഏറ്റവും നല്ലതാണ്. അപ്പോൾ മസ്സല ഈവൻ കോയമ പറഞ്ഞമാർക്ക് തന്നെയാണ് നല്ലതെന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ തൽക്കാലം വേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത്. ജമാഅത്ത് ആയിട്ട് നിസ്കരിച്ചോളൂ, അതാണ് റായത്ത്. തഫ്രീക്ക് കുറച്ചും ആക്കി ഇങ്ങനെ അപ്പോഴപ്പോഴും ആക്കണത് നല്ലതല്ല എന്ന് പറയും. ചിലരൊക്കെ ഇങ്ങനെ തറവി ഇങ്ങനെ നീച്ചോലൊരു രസമാവില്ല, ഇങ്ങനെ അത്താഴത്തിൻ്റെ സമയത്ത് നിസ്കരിക്കാൻ വേണ്ടി. എന്താ ഇപ്പം ഞാൻ പറയാം, പറ്റുന്നുണ്ടെങ്കിൽ അതിനൊക്കെ മുമ്പ് തന്നെ കുട്ടികളെ സോപ്പിട്ട് കല്യാണം കഴിപ്പിച്ച് നല്ല പുതിയാപ്പിളവരൊപ്പം അയക്കാൻ പറ്റുക നല്ല, അല്ലാതെ പോലെ നിർബന്ധിക്കാൻ നമുക്ക് വയ്യ. പോലെ സമ്മതമല്ലാതെ ഗുണത്തിലേറെ ദോഷം ചെയ്യും. വാഹങ്കി ഉല്ലയാമ മിങ്ങുമ സ്വാലിഹീനം നിബാധിക്കും വൈമായിക്കുന്നാണ്. അവിവാഹിതരായ ആളുകളൊക്കെ കല്യാണം കഴിപ്പിക്കണം എന്നുള്ളതാണ് എൻ്റെ കൽപ്പന. അവിവാഹിതർ സമൂഹത്തിൽ ഇങ്ങനെ ഉണ്ടാകുന്നത് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുള്ളതാണ്. പിന്നെ കുറേ കുട്ടികളൊക്കെ ഇങ്ങനെയും കേൾക്കുന്നുണ്ട്. പിന്നെ അവർക്ക് വേറെ ഓരോ ലൈനൊക്കെ ഉണ്ട്. എന്നോടിപ്പോൾ ഇന്നാൾ പറയണോ, ഇവിടുന്ന് എവിടെയോ പോയി പട്ടാമ്പി എവിടെയോ കാണാൻ പോയാലോ, ഈ പെൺകുട്ടി വിളിച്ചാണ് എന്നോട് പറയണമല്ലോ, നിങ്ങൾ എൻ്റെ ഉപ്പാനോടും ഉമ്മാനോടും പറയരുത്, നിങ്ങൾ പിന്നെ 4ാമത്തെ ആളാണ് കാണാൻ വരുന്നത്, എനിക്ക് വേറെ ആളുണ്ട്. അത് ഉമ്മാനോടും ഉപ്പാനോടും ഉമ്മാക്കും ഉപ്പാക്കും പിന്നെയും പണിയതാണ്. പങ്കട്ടരോട് പറയാം വേറെ ആളെ കൊണ്ടുവരിക, ആ പണി എങ്ങനെ നടന്നോട്ടെ, ഇവക്കൊരാൾ ഉണ്ട്, അവൾക്ക് ടൈം ആകുമ്പോൾ പോലും അങ്ങനെ ഉണ്ടാവും ചിലതൊക്കെ. പറഞ്ഞു, അവള് പറഞ്ഞു. ചില പെൺകുട്ടികൾ പറയില്ല, ഇപ്പം എങ്ങനെ സമ്മതിക്കില്ലെങ്കിൽ ചില ബളവത്തികൾ ചെയ്യുന്ന പണി വേണം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. പണിയൊക്കെ ഞാൻ പറഞ്ഞുതരാം. എന്തായാലും ഓല് ഉമ്മയും ബാപ്പയും പറഞ്ഞ കല്യാണം നടത്തും, ഇങ്ങോട്ട് ഒത്തും അയക്കൂല. ഇങ്ങോട്ട് കല്യാണം കഴിച്ചു എന്നുള്ളത് ഒരു പേര് ദോഷം ഉണ്ടാക്കിയിട്ട് പോകുന്ന പിന്നെ ഒരു മറ്റേ ഉമ്മയും ബാപ്പയും എന്താവും സമ്മതിക്കും. അതൊക്കെ നമുക്കുണ്ട്. ആ പ്രേമം എന്ന് പറയുമ്പോൾ ഉമ്മയും ബാപ്പയും സമ്മതിക്കണില്ല. അപ്പം ഉമ്മയും ബാപ്പയും പറഞ്ഞ കല്യാണത്തിന് ഇവിടെ തയ്യാറായി, പുതിയണ്ട് പോയി തൊടാൻ അയച്ചില്ല. അപ്പോൾ ഓക്ക് ഡിമാൻഡ് പോയില്ലേ, കല്യാണം കഴിച്ച് ഇനി നല്ല കല്യാണം നടക്കൂല എന്നുള്ളവർക്ക് എന്നാൽ അതാണെങ്കിൽ അത് തന്നെയാണ് അത്. ഇതൊക്കെയാണ് ഭയങ്കര ഐഡിയാണ് വരിക. അതൊക്കെ ഈ പറഞ്ഞ കൊല്ല ഷെയ്ത്താനും മരീത് പറഞ്ഞില്ലേ, ഷെയ്ത്താൻ തോന്നിപ്പിച്ചു കൊടുക്കുന്ന ഐഡിയകളാണ് അതൊക്കെ. അപ്പം എന്നോടിൻ്റെ ഒരു ചങ്ങായി പറയണത് മക്കളെ പറ്റിയല്ല, ആ മക്കൾ ഇവിടെയും പോയി പ്രേമിച്ച് കൊണ്ടുവരട്ടല്ല, കിട്ടാനില്ലാന്ന്. പ്രേമിച്ചവർക്ക് ഇപ്പോൾ ഇന്നാളിനോടൊരു ചങ്ങായി പറയാൻ റഫീഖുലായിട്ടെന്ന്, ഉസ്താദേ പ്രേമിച്ചവർക്ക് മാത്രമേ പെണ്ണ് കിട്ടണുള്ളൂ, അല്ലാത്തവർക്കൊന്നും കിട്ടാനില്ല. ഇതൊക്കെ ഓരോരുത്തരും പടായി കേട്ടോ, എല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ 23 വയസ്സ് കഴിഞ്ഞിട്ട് മതിയാകുന്നവരൊക്കെ ഒന്ന് നമ്പണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഖുർആനാണ് തണല്, ദീനാണ് ഏറ്റവും വലിയ രസം എന്നുള്ള സംഗതി ആദ്യം ഈ നമുക്ക് മനസ്സിലായിട്ട് മക്കൾക്കൊന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അള്ളാൻ്റെ ഒപ്പം തന്നെ ഉണ്ട് എന്നുള്ളത്, അള്ളാൻ്റെ ഇങ്ങനെ ലൈനിൽ കിട്ടലുണ്ട്, ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ആകുമ്പോൾ എനിക്ക് ആരും വേണ്ട, എനിക്കിങ്ങനെ ദിക്റ് ചൊല്ലി പോലാണ് രസം എന്നൊക്കെ പറഞ്ഞൊരു ജീവിതം ഉണ്ടല്ലോ. ആ ഒരു ജീവിതത്തിൻ്റെ രസം ആദ്യം നമ്മളത് അനുഭവിച്ച് അത് നമ്മളെ മക്കൾക്കും അത് അനുഭവിപ്പിച്ച് കൊടുത്താൽ മാത്രമേ രക്ഷയുള്ളൂ. ഓക്കെ, കേൾക്കുമ്പോൾ നാളെ പറയാം ഇൻഷാ അല്ലാഹ്.